നിങ്ങൾ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണോ? പക്ഷേ നിങ്ങൾ ആക്റ്റീവ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താണ് ആക്റ്റീവ് സെഡൻറ്ററി? എക്സസൈസ് ചെയ്യുന്നു, പക്ഷേ 8 മുതൽ 10 മണിക്കൂർ തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. 2025 ക്ലിവ്ലാൻഡ് ക്ലിനിക്കിൽ നടത്തിയ ഒരു സ്റ്റഡി റിപ്പോർട്ട് പറയുന്നത് ഈ ആക്റ്റീവ് സെഡൻറ്ററി ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരിൽ അവരുടെ കാർഡിയോവാസ്കുലർ ഡിസീസസിൻ്റെ പ്രോബബിലിറ്റി, മെറ്റബോളിക് ഡിസീസസിൻ്റെ പ്രോബബിലിറ്റി, അതായത് ഹൃദ്രോഗം, പ്രീ ഡയബറ്റീസ്, ഒബേസിറ്റി, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഇഷ്യൂസ്, ഹൈപ്പർ ടെൻഷൻ ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളുടെ സാധ്യത ഏതാണ്ട് എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരിന് തുല്യമാണ്. ഇത് ഷോക്കിംഗ് ആണ്. നിങ്ങൾ ആക്റ്റീവ് സെഡൻറ്ററി ആയിട്ട് ആരാണെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്ന 3 സൊല്യൂഷൻസാണ്. ഒന്ന്, നമ്മൾ നേരത്തെ നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, എക്സസൈസ് സ്നാക്കിംഗ്. എന്താണ് എക്സസൈസ് സ്നാക്കിംഗ്? എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവരുടെ ജീവിതത്തിൽ പല തവണകളായിട്ട്, ഒരു 4-5 തവണകളായിട്ട്, ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, അല്ലെങ്കിൽ മിഡ് ഈവനിങ് സ്നാക്കിന് മുമ്പ്, അല്ലെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്കിന് മുമ്പ്, ലഞ്ചിന് മുമ്പ്, ഡിന്നറിന് മുമ്പ് ഒരു 2 മിനിറ്റ് മാത്രം എക്സസൈസ് ചെയ്യുന്ന ഒന്നിനാണ് എക്സസൈസ് സ്നാക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ദിവസം മിനിമം ഒരു 7,000 to 10,000 സ്റ്റെപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്മാർട്ട് വാച്ചിൽ ട്രാക്ക് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഒരു 6-7 തവണ എയർ സ്ക്വാട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ചെയർ സ്ക്വാട്ട് ബ്രേക്കോ, അതായത് വെറുതെ എയറിൽ നിന്ന് സ്ക്വാട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെയറിൽ സ്ക്വാട്ട് ചെയ്യുക, ഒരു 10 തവണയെങ്കിലും. ഇത്തരത്തിലുള്ള സ്മോൾ ഇൻ്റർവെൻഷൻ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒന്ന് നിങ്ങളുടെ ആക്റ്റീവ് സെഡൻറ്ററി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തും നിങ്ങളുടെ മെറ്റബോളിക് ഹെൽത്തിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധിക്കും.